2023 ജൂണിലാണ് സഞ്ജയ് പട്ടീദർ എന്നയാൾ മധ്യപ്രദേശിലെ ദേവാസ് എന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചത്. സഞ്ജയോടൊപ്പം ഭാര്യ പ്രതിഭയും ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. 2024 മാർച്ചിൽ സഞ്ജയ് ആ വീടിന്റെ ഉടമയെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ താമസം മാറുകയാണ്. ഇപ്പൊ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങൾ ബെഡ്റൂമിലും സ്റ്റഡി റൂമിലുമായിട്ട് വെക്കാം. കുറച്ചുനാൾ കഴിഞ്ഞ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളാമെന്ന്. വീട്ടുടമ അത് സമ്മതിച്ചു. 2024 ഓഗസ്റ്റിൽ ആ വീട്ടിലേക്ക് പുതിയ താമസക്കാർ വന്നു. 2025 ജനുവരിയിൽ പുതിയ താമസക്കാർ ആ വീട്ടുടമയോട് പറഞ്ഞു, ആ പൂട്ടി കിടക്കുന്ന ബെഡ്റൂമും സ്റ്റഡി റൂമും അവർക്ക് തുറന്ന് കാണണമെന്ന്. അങ്ങനെ അത് തുറന്ന് നോക്കിയപ്പോൾ ആ മുറിയിൽ ഒരു ഫ്രിഡ്ജ് ഓൺ ആയി കിടക്കുന്നത് കണ്ടു. അയാൾ അത് ഓഫ് ആക്കിയ ശേഷം കതകടച്ച് മുറി പൂട്ടി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. തുടർന്ന് വീണ്ടും മുറി തുറന്ന് നടത്തിയ പരിശോധനയിൽ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. അത് സഞ്ജയുടെ ഭാര്യ പ്രതിഭയുടെ മൃതദേഹമായിരുന്നു. തുടർന്ന് സഞ്ജയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തപ്പോൾ പ്രതിഭ അവന്റെ ഭാര്യ അല്ലെന്നും അവൻ കള്ളം പറഞ്ഞതാണെന്നും ലിവിംഗ് പാർട്ട്ണർ ആണെന്നും പറഞ്ഞു. സഞ്ജയുടെ വിവാഹം മറ്റൊരു സ്ത്രീയുമായി കഴിഞ്ഞതാണ്. പ്രതിഭയും സഞ്ജയും വർഷങ്ങളായി റിലേഷൻഷിപ്പിലായിരുന്നു. പ്രതിഭ സഞ്ജയെ വിവാഹത്തിന് നിർബന്ധിച്ചതിനാലാണ് അവൻ അവളെ കൊലപ്പെടുത്തിയത്.